അസ്സലാമു അലൈക്കും. 5-6 ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ എൻ്റെ ഫോൺ ഗാലറിയിൽ ഇങ്ങനെ കിടക്കുവാണ്. എന്നും പറയും സ്പേസ് ഫുള്ളായി ഡിലീറ്റ് ചെയ്തൂടെ ഡിലീറ്റ് ചെയ്തൂടെ എന്ന്. പിന്നെ അപ്ലോഡ് ചെയ്താലല്ലേ എനിക്ക് എഡിറ്റ് ചെയ്താലല്ലേ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പറ്റാറില്ല. ഒന്നാമത്തത് നോമ്പിൻ്റെ ക്ഷീണം എന്ന് വെച്ചാൽ പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ. ആ ക്ഷീണം പിന്നെ പിള്ളേരുടെ കൂടെയുള്ള ഓട്ടം ചാട്ടമൊക്കെ ആകുമ്പോഴത്തേനും എൻ്റെ പകുതി ആരോഗ്യം അവിടെ പോവും. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും അന്നത്തെ ദിവസം തീർന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്നിനും പറ്റാറില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഇപ്പോൾ കിട്ടുന്ന പോലെ എപ്പോഴെങ്കിലുമൊക്കെ തെന്നിയും തെറിച്ചൊക്കെ കിട്ടുമ്പോൾ, ഇപ്പോഴും കിട്ടിയിട്ടൊന്നുമില്ല, അടുത്ത ഹൈസ ഉറങ്ങിയിട്ടില്ല, ഇരിപ്പുണ്ട് അങ്ങനെ. അപ്പോൾ ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പം എനിക്ക് വീഡിയോ ഇടാൻ പറ്റട്ടെ. യമനി മന്തിയാണ് കേട്ടോ എനിക്ക് ഇന്ന് ആക്കാൻ പോകുന്നത്. കുരുമുളക്, കുഞ്ഞുജീരകം, പിന്നെ വെളുത്തുള്ളി, ഉപ്പ്, മുളക് പൊടി, ഒരു നാരങ്ങയുടെ പകുതി, സൺഫ്ലവർ ഓയിൽ, പിന്നെ സാഫ്രൻ, പിന്നെ മുഴുവൻ മല്ലി, അത് എല്ലാം കൂടി നല്ല രീതിയിൽ ചതച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസസിൽ നല്ല രീതിയിൽ പിടിപ്പിച്ച് ഒരു 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. സൺഫ്ലവർ ഓയിലിനേക്കാളും നല്ലത് ഒലിവ് ഓയിലാണ്. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ആക്കി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എപ്പോഴും എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് കൂട്ടിന് ഇരിക്കുന്ന ആളാണ് ഹൈസ, പാവം. അപ്പോൾ പിന്നെ മയണൈസും ടൊമാറ്റോ ചട്നി ആക്കണം. മയണൈസിനായിട്ട് 2 മുട്ട, പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് ഷുഗർ, പിന്നെ 1 കപ്പ് ഓഫ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ, പിന്നെ ഇച്ചിരി ഗാർലിക്. ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് അളവ് ഞാൻ കൊടുത്തേക്കാം. പിന്നെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുക, ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, ബീറ്റ് ചെയ്യുക, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മയണൈസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ മിക്സി ചൂടായി നമ്മുടെ പാല് സ്പ്ലിറ്റാവുന്ന പോലെ മയണൈസ് സ്പ്ലിറ്റായി പോവും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇനി ടൊമാറ്റോ ചട്നിക്കായിട്ട് ടൊമാറ്റോ, മല്ലിയില, പച്ചമുളക്, ഇച്ചിരി വെളുത്തുള്ളി, നാരങ്ങാനീര്, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചട്നിയായി. പിന്നെ ബസ്മതി റൈസ് ഞാൻ 4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അത് ഒരു 10 മിനിറ്റ് കുതിരാൻ വെക്കണം കേട്ടോ. സ്പൈസസ് എടുത്ത് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി, ക്യാപ്സിക്കം, പച്ചമുളക്, ഒനിയൻ എല്ലാം കൂടെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നല്ല സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത്. റൈസ് കുക്ക് ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, ഉപ്പ്, കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ കറുത്ത ഉണക്കനാരങ്ങയില്ലേ, ഉണക്കനാരങ്ങ, പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുരുമുളക്, മുഴുവൻ കുരുമുളക്, മല്ലി, പിന്നെ കുഞ്ഞു ജീരകം, പിന്നെ ബേ ലീഫ് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിക്ക് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 4 അലുമിനിയം ഫോയിൽ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ കവർ ചെയ്ത് അതിൽ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. കാരണം ചിക്കൻ പീസസ് നമ്മൾ അതിൻ്റെ മേലെ വെക്കാൻ പോവുകയാണ്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് നമ്മൾ അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് വീണ്ടും കവർ ചെയ്യുക, ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. പിന്നെ ഒരു 20 മിനിറ്റ്, ഒരു 10-20 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അപ്പോഴത്തേനും നമ്മൾ പെർഫെക്റ്റ്ലി നമ്മുടെ ചിക്കൻ പീസസ് ആൻഡ് നമ്മുടെ റൈസ് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടാവും. നമ്മുടെ ചിക്കൻ സ്റ്റോക്കൊക്കെ നമ്മുടെ ചോറിൻ്റെ അരിയുടെ അകത്ത് ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടാവും. പയ്യെ, കാരണം ഏറ്റവും താഴെയായിരിക്കും ചിക്കൻ സ്റ്റോക്ക് സെറ്റിലായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ പയ്യെ മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ റൈസ് പൊടിഞ്ഞു പോവും, അറിയാമല്ലോ. നല്ല രീതിയിൽ കുക്കായിരിക്കുന്ന റൈസ് ആയത് കാരണം പൊടിഞ്ഞു പോവും. അപ്പോൾ അത് നമ്മുടെ യമനി മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ലൊരു നോമ്പ് മുറിക്കുമ്പോൾ നമുക്ക് വലിയ ഹാർഷായിട്ടുള്ള സ്പൈസസ് ഒന്നും അങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നെഞ്ചൊക്കെ ഇരിക്കൂലേ. ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര കാമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പാവം മന്തിയാണ്, നല്ല മന്തിയാണ്. അപ്പോൾ എല്ലാവരും സമയം ഒന്നും വേണ്ട, നമുക്ക് കയ്യിൽ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ. സാഫ്രൻ മാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ, ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ആക്കാം എന്നുള്ളത് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു മന്തിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അസ്സലാമു അലൈക്കും. ബൈ.